അത്യാവശ്യമായിരിക്കുന്നു. അതിനായി നമ്മൾ ആദ്യമായി എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19 മുതൽ വാക്യങ്ങൾ വായിച്ച 20 മുതൽ 22 വരെ വായിച്ചാൽ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനെ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ദൈവ സഭയെക്കുറിച്ച് അനേക കാര്യങ്ങൾ, അനേക വിഷയങ്ങൾ ഉപമാനങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. തോട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മണവാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും കൂടുതൽ ശക്തമായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയമായി പണിയപ്പെടുന്നു എന്നുള്ള വിഷയമാണ്. നമ്മൾ വേദപുസ്തകത്തിൽ ആരംഭം മുതൽ നോക്കിയാൽ ആ വിഷയത്തെയാണ് ദൈവം കൂടുതൽ ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ നമ്മെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ കർത്താവായ യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ നമ്മെ അവനോട് ചേർത്ത് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും പണിക്കാരൻ പരിശുദ്ധാത്മാവാണ്. ഞാനും നിങ്ങളുമെല്ലാം വെറും ആയുധങ്ങൾ, ഉപകരണങ്ങൾ മാത്രമാണ്. ഈ കാര്യത്തിൽ പലപ്പോഴും ചിന്തിച്ച് തെറ്റിപ്പോകാറുണ്ട്. ദൈവത്തിൻ്റെ സഭയുടെ പണി ചെയ്യുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. അതൊരു മനുഷ്യരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. ഒരു അപ്പോസ്തോലിന്റെ കയ്യിലും കൊടുത്തിട്ടില്ല, ഒരു സംഘടന നേതാവിന്റെ കയ്യിലും കൊടുത്തിട്ടില്ല. അത് പരിശുദ്ധാത്മാവ് തന്നെ ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഓരോ കല്ലുകളെയും എടുത്ത് തിരുസഭയിൽ ആ കർത്താവിൻ്റെ ആ കെട്ടിടത്തിൽ വയ്ക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, പരിശുദ്ധാത്മാവാണ്. ഞാനും നിങ്ങളും വെറും ഉപകരണങ്ങൾ മാത്രമാണ്. പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കുന്നു, നിങ്ങളെ ഉപയോഗിക്കുന്നു, പത്രോസിനെ ഉപയോഗിച്ചു, പൗലോസിനെ ഉപയോഗിച്ചു. അതുപോലെ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുമല്ലോ, ഈ കെട്ടിടം എത്ര ഭംഗിയായിട്ടൊരു പണിത ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ മൊത്തം കോംപ്ലക്സ് നോക്കിയാൽ ഇതിൻ്റെ മേസ്ത്രിമാരെ എത്ര കരണ്ടി എന്നല്ലേ പറയുന്നത്, ട്രാവൽസിന് കരണ്ടി, ഇവിടെയുണ്ട് ഈ കരണ്ടിയല്ലേ സിമെന്റ് എടുത്തിരുന്നത്, കരണ്ടി എന്നല്ലേ പറയുന്നത്. എത്ര കരണ്ടി ഉപയോഗിച്ച് കാണും? ആരെങ്കിലും ആ കരണ്ടിയെ പുകഴ്ത്താറുണ്ടോ? അതോ പണിത മേസ്ത്രിയാണോ പുകഴ്ത്തുന്നത്? കരണ്ടിയെ ആരും പുകഴ്ത്താറില്ല, ആ മേസ്ത്രിയാണ്. അതുപോലെ ഞാനും നിങ്ങളും വെറും ഉപകരണങ്ങളായിരിക്കെ നമുക്ക് പുകഴ്ചയ്ക്ക് യാതൊരു യോഗ്യതയുമില്ല. നാം വെറും, ഞാനും നിങ്ങളും എല്ലാവരും എത്ര വലിയ കർത്താവിന്റെ ദാസന്മാരാണെങ്കിലും അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ്. ആത്മാവാണ് പണിയുന്നത്. ആത്മാവാണ് ഓരോ കല്ലുകളെയും എടുത്ത് സഭയാകുന്ന ആലയത്തിന്മേൽ വയ്ക്കുന്നത്. മനുഷ്യരല്ല. മനുഷ്യരായിരുന്നെങ്കിൽ നമുക്ക് പണിയാമായിരുന്നു. ആത്മാവാണ് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ നാം എത്ര പണിത് കൊണ്ടുവന്നാലും, എത്ര കല്ല് കൊണ്ടുവന്നാലും ആത്മാവിനത് യോഗ്യമായെങ്കിൽ മാത്രമേ കർത്താവിന്റെ ശരീരമാകുന്ന ആ കെട്ടിടത്തിൽ വയ്ക്കുകയുള്ളൂ. അതുപോലെ അതെല്ലാവരും നല്ലവണ്ണം ചിന്തിച്ചിരിക്കണം. അറിയാതെ ചിലപ്പോൾ ഞാൻ പണിക്കാരനാണ്, നമ്മൾ വെറും ആയുധങ്ങൾ മാത്രം പരിശുദ്ധാത്മാവ് കരുത്തിലെടുത്ത് ഉപയോഗിക്കുന്നു. അതിന് ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാനക്കല്ല് യെശയ്യാവ് 28:16, ഐസിയ 28:16 വായിച്ചാൽ. ഇന്ന് രാവിലെ വായിച്ചെങ്കിലും പെട്ടെന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നത് കുമ്മനാട്ടോ കോട്ടയത്തോ റോമിലോ അല്ല. എവിടെ ഇട്ടിരിക്കുന്നത്? സിയോനില. അതറിഞ്ഞോളണേ. മുളക്കഴയല്ല ഇത് ഇട്ടിരിക്കുന്നത്, ലോകത്തിൽ എങ്ങുമല്ല ഇട്ടിരിക്കുന്നത്. ഈ ആത്മീയ കെട്ടിന്റെ അടിസ്ഥാനം. അപ്പൊ നമ്മുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാ പണി നടക്കുന്നത്? എവിടെയാ? സിയോനില പണി നടക്കുന്നത്, ഭൂമിയിലല്ലേ. അറിയാതെ തെറ്റിപ്പോകരുതേ. പണി എവിടെയാ നടക്കുന്നത്? സിയോനിൽ. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് നമ്മളെ എവിടെയാ കൊണ്ടുവന്നിരിക്കുന്നത്? എബ്രായ ലേഖനം 12-ാം അധ്യായം
അതിന്റെ 18 മുതൽ വായിച്ചാട്ട്. 18 മുതൽ 24 വരെ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കുരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്താക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ എത്രയും നിങ്ങൾ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഓർക്കണേ, പണി നടക്കുന്നത് എവിടെയാ? സിയോനിൽ. ഒരു സംഘടനയുടെ പ്രസിഡന്റിനും അതിനകത്ത് കൈകടത്താൻ ഒക്കത്തില്ല. ഒരു മനുഷ്യർക്കും അതിൽ കൈകടത്താൻ ഒക്കത്തില്ല. പണിയുന്നത് പരിശുദ്ധാത്മാവാണ്, കല്ലുകളെ കൊണ്ട്. അതുകൊണ്ടാണ് കൊലോസിയ ലേഖനത്തിൽ കൊലോസിയ 3 പറഞ്ഞ് നമ്മളെ എവിടെ ഉയർത്തുന്നത് ഇരുത്തിയിരിക്കുന്നത്? വായിച്ചാട്ട് കൊലോസിയർ 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മളെ ഉയർത്തുന്ന സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. അവിടെ സ്വർഗസ്ഥലത്ത് ഇരുത്തി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ആത്മീയമായി പണി. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇവിടെ പണി ചെയ്യുമ്പോൾ സ്വർഗത്തിലെ മാതൃകയ്ക്ക് അനുസരിച്ചാണോ നടക്കുന്നത്? കാരണം അവിടെ ചെന്ന് ഈ കെട്ടിടം ഒന്നായി തീരേണ്ടത്. ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാന കല്ലിട്ടു സിയോനിൽ. ഇവിടെ കല്ലുകൾ ഓരോന്നും ഒരുങ്ങിയിരിക്കുകയാണ്. കാഹളം ധ്വനിക്കുമ്പോൾ ഒരുക്കപ്പെട്ട കല്ലുകളെല്ലാം ചേർന്ന് മിനിറ്റിനുള്ളിൽ, സെക്കൻഡിനുള്ളിൽ എന്തായിത്തീരും? പുതിയ യെരൂശലേം പോലെ ആയിത്തീരും. അതാണ് നടക്കുന്നത്. അപ്പോൾ സിയോന്റെ മാതൃകയിൽ മാത്രമേ പണി നടക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെ ആരുടെയെല്ലാം അമേരിക്കൻ സ്റ്റൈലിൽ നടത്തിയാലും, കേരളക്കാരുടെ സ്റ്റൈലിൽ നടത്തിയാലും, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നടത്തിയാലും കാര്യം നടക്കുകയില്ല. സ്വർഗീയ സ്റ്റൈലിനനുസരിച്ച്, സ്വർഗത്തിലെ പരിപാടി അനുസരിച്ച്, സ്വർഗത്തിലെ പ്ലാൻ അനുസരിച്ച്, സിയോനിലെ രീതി അനുസരിച്ച് പണിതേ മതിയാകുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഒരേ സമയത്ത് തന്നെ 4 വശത്തും ഭൂഗോളം എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് ഒരു ഒരേ സമയത്ത് എല്ലായിടത്തും കൂടെ ആയിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഏറ്റിരിക്കും. അതുകൂടാതെ ഒരു മനുഷ്യന്റെ ജീവകാലം 120 വർഷമായിരിക്കും. ഇത് പണി തുടങ്ങിയിട്ട് ഏകദേശം 2000 വർഷം ആകാൻ പോകുകയാണ്. ഇതുവരെ പണി തീർന്നിട്ടില്ല. 2000 വർഷത്തോളം ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മാളിക മുറിയിലാണ് ഇതിന്റെ അടിസ്ഥാനം ഇട്ടത്. കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ലായി തീർന്നു, ഉയർത്തെഴുന്നേറ്റു. അതിന്റെ ശേഷം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറഞ്ഞ് അടിസ്ഥാനമിട്ട് മൂലക്കൽ കർത്താവ് വന്നു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി നടക്കുന്നത് സിയോനിലാണ്. അതുകൊണ്ട് IPCയുടെയോ ചർച്ച് ഓഫ് ഗോഡിന്റെയോ TPMന്റെയോ CPMന്റെയോ ഇൻഡിപെൻഡന്റിന്റെയോ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെയോ ഒന്നും നിയമങ്ങളല്ല അവിടെ വാദിക്കുന്നത്. അവിടെ തിരുവചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മാത്രം. ഈ വചനത്തിനനുസരിച്ച് പണിയണം. ഒരു കൾച്ചറും, ഇന്ത്യൻ കൾച്ചർ അവിടെ നടക്കുകയില്ല, അമേരിക്കൻ കൾച്ചർ നടക്കുകയില്ല, മലയാളി കൾച്ചർ നടക്കുകയില്ല. സ്വർഗീയ കൾച്ചർ മാത്രമേ നടക്കുകയുള്ളൂ. സ്വർഗത്തിലെ കൾച്ചർ അനുസരിച്ചാണ് തിരുസഭയുടെ പണി നടക്കുന്നത്. അപ്പോൾ സിയോനിലാണ് അതിന്റെ അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നത്. ഇനിയും നമ്മളെ ഓരോരുത്തരെയും 1 പത്രോസ് 2:4 മുതൽ 7 വരെ വായിച്ചാൽ, 1 പത്രോസ് 2:4 മുതൽ 7 വരെ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആ കല്ലിന്റെ അടുക്കൽ വന്ന് ഓരോ കല്ലും ജീവനുള്ള കല്ലായി മാറണം. ഈ കല്ലിനകത്ത് എന്തു വരണം? ജീവൻ വരണം. ഈ ജീവൻ എവിടുന്നാ വരുന്നത്? 1 പത്രോസ് 1:21 വായിച്ചാൽ, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്താൽ വീണ്ടും ജനിക്കണം, എന്നാൽ മാത്രമേ ജീവൻ വരികയുള്ളൂ.
ഞാൻ ഇന്ന് രാവിലെ പഠിപ്പിച്ചു. വിതയ്ക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13:22 വായിച്ചാൽ, രാവിലെ വായിച്ചതാണ്, ഒന്നുകൂടെ വായിച്ചാൽ. മത്തായിയുടെ സുവിശേഷം 13:22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെടുന്നത്, അവിടെ ആ കർത്താവ് ദൃഷ്ടാന്ത പ്രകാരം പറഞ്ഞിട്ട് ആഴമായ കാര്യങ്ങൾ പറയുകയാണ്. ഈ വിത്ത് ഒരാളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് മനുഷ്യരല്ല, പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. വചനമാകുന്ന വിത്ത് ഒരു ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആരാണ്? പാസ്റ്റർ അല്ല, പ്രസംഗികനല്ല. അവരെല്ലാം ആ ഹൃദയങ്ങളെ ഉഴുകയാണ് ചെയ്യുന്നത്. ഉഴുത് കഴിഞ്ഞിട്ട് അതിനകത്തെ വേരെല്ലാം പറിച്ചു കളഞ്ഞോ എന്ന് നോക്കി മനസ്സിലായതിന്റെ ശേഷം മാത്രമാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം വിത്ത് അകത്ത് കൊണ്ടുവരുന്നത്. യെരമ്യാ പ്രവചനം 4:3 വായിച്ചാൽ, യെരമ്യാ പ്രവചനം 4:3 രാവിലെ വായിച്ചാണ്, ഒന്നുകൂടെ പെട്ടെന്ന് വായിച്ചാൽ. യഹൂദ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവീൻ. പ്രിയമുള്ളവരെ, വിതയ്ക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, ആ വിതയ്ക്കുന്ന പണിയിൽ ഞാനും നിങ്ങളും ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി മനുഷ്യരെ അവരുടെ പാപത്തെ കുറിച്ച് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ ഉഴുത് അവരുടെ ഹൃദയത്തിലുള്ള ആഗ്രഹമാകുന്ന വേരുകളെ പറിച്ചു കളയണം. അതാണ് മുള്ളുകളിൽ വിതച്ചതോ ഈ ലോകത്തിന്റെ സമ്പത്തിനെ മറ്റുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് ഇരിക്കുമ്പോൾ അതിൽ വിത്ത് വരത്തില്ല. വിത്ത് വിതയ്ക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് ഒരു വ്യക്തിയിൽ വചനമാകുന്ന വിത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നോക്കും, ഈ പ്രിയ സഹോദരൻ അവന്റെ ആഗ്രഹങ്ങളാകുന്ന വേരുകളെ. അതുപോലെ മത്തായിയുടെ സുവിശേഷം 13:22 ഒന്നുകൂടെ വായിച്ചാട്ട്, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് കർത്താവ് വിതയ്ക്കുന്നവനെന്ന് പറഞ്ഞ് ഒരു ഉപമ പറഞ്ഞിട്ട് ആഴത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് മനസ്സിലാക്കണം എന്താണ് അവിടെയൊക്കെ ആഴത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം. മനുഷ്യരുടെ ഹൃദയം പല വിധത്തിലാണുള്ളത്. അപ്പോൾ വിത്ത് വിതയ്ക്കുന്ന എവിടെയാണ്? നല്ലവണ്ണം ഉഴുത് ശരിയാക്കിയ ഹൃദയത്തിൽ. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയം ഉഴുത് ശരിയാക്കിയിട്ടില്ല എങ്കിൽ, വേരുകൾ പറിച്ച് മാറ്റിയിട്ടില്ല എങ്കിൽ രക്ഷയുടെ വിത്ത് വരുന്നേ ഇല്ല. എത്ര പേര് കേട്ടത്? കർത്താവേ, എനിക്ക് സഹായം വേണേ, എനിക്ക് ആശ്വാസം വേണേ, എന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണേ, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്നാനപ്പെട്ട് കാണും, മറുഭാഷ പറയുന്നുണ്ടായിരിക്കും. ഇന്ന് അനേകായിരങ്ങൾ ഹിന്ദുക്കൾ എത്ര ഞങ്ങളുടെ അവിടെ അടക്കേണ്ടിയിട്ട് വന്നാൽ ഹിന്ദുക്കൾ ടപ്പ കടകടപടകടാന്ന് പറഞ്ഞ് അന്യഭാഷ നിങ്ങൾക്ക് എത്ര കാണാൻ കഴിയും? റോക്ക് ആൻഡ് റോൾ ചെയ്യുന്നവർ എത്ര അന്യഭാഷ പറയുന്നത്. അതുപോലെ എത്ര സിഖുകാർ എത്ര മറുഭാഷ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു ആത്മാവിൽ കൂടെ നിങ്ങൾ മറുഭാഷ പറയും. വെള്ളത്തിൽ പോയി സ്നാനപ്പെട്ട് കാണും. എന്നാൽ നിന്റെ ആഗ്രഹങ്ങളാകുന്ന ആ വേരുകൾ പറിച്ചു കളഞ്ഞല്ലാതെ പരിശുദ്ധാത്മാവ് നിത്യജീവന്റെ വിത്ത് നിന്റെ കൊണ്ടിടുകയില്ല. ആ നിത്യജീവൻ എന്ന് പറയുന്ന ആരാ? ആ വിത്ത് എന്ന് പറഞ്ഞ എന്താ? ആരാ? ഒന്നുകൂടെ വായിച്ചാൽ 1 Pത്രോസ് 1:23. എന്താണ് ആ വിത്ത് എന്ന് പറയുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ. ദൈവവചനമാകുന്ന വിത്ത് ഏതാണ്? യോഹന്നാൻ 1:1-2 വായിച്ചാട്ട്. ആ വചനം ആരാണ്? യോഹന്നാൻ 1:1-2. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമാകുന്ന വചനം നിന്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം കൂടെ നിറച്ചു വെച്ച് കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദയ ലഭിക്കും. ദൈവത്തിന്റെ ദയ ധാരാളമായി ലഭിക്കും, ദൈവത്തിന്റെ സ്നേഹം ലഭിക്കും. എന്നാൽ ജനനം നടക്കയില്ല. വിശ്വസിച്ചാൽ പോരാ.
വിശ്വസിക്കുന്നതോടുകൂടെ ഹൃദയത്തിലുള്ള കളകളെല്ലാം ഉഴുതു മാറ്റുവാൻ, പാപത്തെ കുറിച്ച് ഏറ്റുപറഞ്ഞ് എനിക്കിനി പാപം വേണ്ട, എനിക്കിനി ലോകം വേണ്ട, എനിക്ക് യേശുവേ നീ മതി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നോക്കും ഹൃദയം ശരിയായോ. അന്നേരം വിത്തകത്ത് വരും. വിത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് അവനെ ജയിക്കാൻ കഴിയയില്ല. കാരണം ഇത് കെടുന്ന ബീജമല്ല. എത്ര പേര് അടിച്ചാലും എത്ര പേര് തൊഴിച്ചാലും കണ്ണം കണ്ണമായി നുറുക്കിയാലും വിത്തകത്ത് വന്നാൽ പിന്നെ പുറകിലോട്ട് പോകത്തില്ല. ഇന്ന് പലരും പുറകിൽ പോകുന്ന വിത്ത് വന്നെന്നൊരു തോന്നല. ഉദാഹരണമായിട്ട് ഒരു സഹോദരി പല വർഷങ്ങളായിട്ട് ഗർഭിണിയല്ല, ഗർഭമാകുന്നില്ല, അങ്ങ് ഭാരപ്പെട്ടിരിക്കുകയാണ് 10 വർഷമായിട്ട്. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിശ്വാസം, ഞാൻ ഗർഭിണിയായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സഹോദരിമാരോടെല്ലാം ഞാൻ ഗർഭിണിയായി സഹോദരിമാർ, ഞാൻ വിശ്വസിക്കുന്നു. 2 മാസം കഴിഞ്ഞു, 3 മാസം, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഗർഭിണിയായി. 5 മാസം കഴിയുമ്പോഴും പറയണം ഞാൻ വിശ്വസിക്കുന്നു. 6, 7 വായനയ്ക്ക് ആളുകൾക്ക് നോക്കിയിട്ട് 8-ാം മാസമാണ് ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം സഹോദരിമാരെന്ന് പറയും, സഹോദരി നിന്റെ വിശ്വാസം വാസ്തവത്തിൽ ഒരു പുരുഷന്റെ ബീജം നിന്റെ അകത്ത് വന്നിട്ടില്ല, പുരുഷന്റെ വിത്ത് നിന്നിൽ വന്നിട്ടില്ല. വന്നായിരുന്നെങ്കിൽ അതിൻ്റെതായ ഫലങ്ങൾ കാണുമായിരുന്നു. അതുപോലെ വചനമാകുന്ന വിത്ത് ഒരു ദൈവവൈതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വചനത്തിന്റെ ശക്തി അവനിൽ ക്രിയ ചെയ്യും. ആ വചനത്തിന്റെ ശക്തി, ഇന്ന് വചനത്തിന്റെ ശക്തിയല്ല. വിശ്വസിച്ചു കൈപൊക്കി സ്വോത്രം പറഞ്ഞു പിറ്റേ ആഴ്ചയും കള്ളൂർ ഷാപ്പിലായിരിക്കുന്നത്, പിറ്റേ ആഴ്ച ചീത്ത പറയാനാണ് തുടങ്ങുന്നത്. സഹോദര നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. വചനമാണ് പറയുന്നത്. വായിച്ചാട്ട് 1 യോഹന്നാൻ 3:8-9 വായിച്ചാട്ട്. 1 യോഹന്നാൻ 3:8-9. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ ജനിച്ച അപ്പോൾ നമ്മളിൽ ആരും തെറ്റുവരുന്നില്ലയോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എല്ലാവരും ഇങ്ങോട്ട് ഒരു മിനിറ്റ് ശ്രദ്ധിച്ചാൽ, ഇത് നമ്മുടെ അകത്തെ മനുഷ്യൻ, ഇത് പുറത്തെ മനുഷ്യൻ. എന്റെ ഈ 2 കൈ കാണുന്നത് അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യനെ വാഴുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കാര്യം തന്നെ ഞാൻ പറയാം. ശാമുവേലിനെ അകത്തെ മനുഷ്യനെ പുറമെയുള്ള മനുഷ്യനെ വാഴുകയാണ്. എന്നാൽ ശാമുവേൽ പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും ഉള്ള സമയമൊന്നും എടുക്കാതെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പുറമേയുള്ള മനുഷ്യനൊന്ന് കുറച്ച് മാറി അങ്ങ് വലിയവനാവും. അത് കഴിയുമ്പോൾ ജഡം ഇവനെ കൊണ്ട് പാപം ചെയ്യിക്കും. പാപം ചെയ്യിച്ചു കഴിയുമ്പോൾ ഈ പുറമേയുള്ള മനുഷ്യൻ അകമേയുള്ള മനുഷ്യനെ നോക്കി ഭയമാണ്. അയ്യോ ഞാൻ പാപം ചെയ്തല്ലോ. ഏറ്റു പറയുന്നത് വരെ സമാധാനം ഉണ്ടാകുകയില്ല. കാരണം വചനമകത്തിരിക്കുന്നു. എന്നാൽ ഇവൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ വചനമല്ലായിരുന്നു, സാത്താന്റെ വിത്തായിരുന്നു. രണ്ടും കൂടി പാപത്തിൽ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ വചനമാകുന്ന വിത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു പുതുമനുഷ്യൻ ജനിച്ചിരിക്കുന്നു. അവൻ ഒരു കാലത്തും പാപം ചെയ്യുകയില്ല, അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. കാരണം ആരാണത്? വചനമാകുന്ന ക്രിസ്തു. എന്നാൽ പുറമേയുള്ള മനുഷ്യൻ അവന്റെ ബലഹീനതയിൽ തോറ്റുപോയി, മുൻപോട്ട് പോയപ്പോൾ തോറ്റുപോയപ്പോൾ തെറ്റ് ചെയ്തുവെങ്കിൽ അവനോട് ആരും ചോദിക്കേണ്ട, ചാക്കോച്ചാ നീ തെറ്റ് ചെയ്തോ? ചോദിക്കുന്നതിന് മുൻപേ വന്ന് പറയും, എന്റെ ചാക്കോച്ച്, എന്റെ തോമാച്ചൻ പാസ്റ്ററെ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ആരും തെറ്റ് ചെയ്തോണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, കരഞ്ഞോണ്ട് നടക്കും. കാരണം അകത്തെ മനുഷ്യനെ നേരിടാൻ ഈ പുറമേയുള്ള മനുഷ്യന് ബലമില്ല, ഭയപ്പെട്ടിരിക്കുകയാണ്. അകത്താരാണിരിക്കുന്നത്? വചനമാകുന്ന ക്രിസ്തു. ആ വചനമാകുന്ന ക്രിസ്തുവിനെ നേരിടുവാൻ പുറമേയുള്ള മനുഷ്യന് കഴിയുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് അനേകരെ തെറ്റ് ചെയ്യുന്നു. 10ഉം 12ഉം സാക്ഷികളെ കൊണ്ടുവന്ന് തെളിയിക്കണം. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? അവർ കുറ്റമേൽക്കുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. നമ്മൾ കുറ്റം അന്വേഷിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ
അവന്റെ പുറമേ ഉള്ള മനുഷ്യൻ പാപത്തിൽ തെറ്റ് ചെയ്തു പോയെങ്കിൽ അവൻ കരഞ്ഞോണ്ട് നടക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആരോടാണെങ്കിലും ഭാര്യയ്ക്കെതിരായിട്ടാണെങ്കിൽ ഭാര്യയോട് എന്ന് പറയും ഞാൻ തെറ്റ് ചെയ്തു പോയി, ഭർത്താവിനോട് എന്ന് പറയും. ആരോടാണ് സമാധാനം ഉണ്ടാകണം? സമാധാനം എപ്പോഴുണ്ടാകും? ഈ അകത്തെ മനുഷ്യനുമായി പൂർണ്ണമായി യോജിപ്പിച്ച്. എന്നാൽ ചിലപ്പോൾ 4:30 വായിച്ചാൽ 4:30 അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിന് മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി അതിനായിട്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും കുറ്റം വന്നിട്ട് ഏറ്റുപറയുമ്പോൾ സമാധാനമായി. അല്ല, വീണ്ടും 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 ഏക പ്രാവശ്യം പശുത്താത്മാവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പശുത്താത്മാവ് നിത്യജീവനാകുന്ന വിത്തിനെയും കൊണ്ട് പശുത്താത്മാവ് അങ്ങ് പോകും. പിന്നെ കുറ്റബോധം ഉണ്ടാകും. പശുത്താത്മാവ് അങ്ങനെ എളുപ്പമൊന്നും പോകുന്നതല്ല, ചതഞ്ഞോ. ആയാൽ പ്രിയമുള്ളവരെ, ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടും കുറ്റബോധമില്ല, കള്ളു കുടിക്കുന്നതിനും കുറ്റബോധമില്ല, വഴക്കുണ്ടാക്കുന്നതിനും കാണിക്കുന്നതിനും കുറ്റബോധമൊന്നുമില്ല പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ജീവനുള്ള കല്ലാണെങ്കിൽ ഈ കല്ലിനകത്ത് എന്ത് വരണം? നിത്യജീവൻ വരണം. ഇനി 7 വായിച്ചാട്ട്. 1 രാജാവ് 6:7. വെട്ടു സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായത്തിന്റെ ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ലുകളാണ്. അപ്പോൾ ഇനി ഞാനൊരു ബ്രദർ പാസ്റ്റർ ജോർജ് ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ നിങ്ങളെ ഞാൻ അല്പം കാണിക്കുവാൻ പോകുന്ന കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൂടാതെ ഹലോ, നിങ്ങളുടെ മുൻപിൽ ഇത് പിടിച്ചു. ഇത് ക്രിസ്തുവാകുന്ന മൂലക്കല്ല്, ക്രിസ്തുവാകുന്ന മൂലക്കല്ലാണ്. അതിനോട് ചേർത്ത് അപ്പോസ്തലന്മാരാകുന്ന ഒരുക്കി പണിയണം. അപ്പോ വെട്ടുകുഴിയിൽ വെച്ച് ഈ കല്ല് ഒരുക്കുന്നതിനുള്ള പരിപാടി എന്താണ്? ഈ കല്ലിനെ വെട്ടുകുഴിയിൽ വെച്ച് പറഞ്ഞാട്ടെ ചുട്ടിയ കൊണ്ട് അടിച്ച്, അല്ല ചുറ്റിയോണ്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ ഉളി വെച്ചിട്ട് എന്ത് ചെയ്യും? കറക്റ്റ് സൈസിന് എന്ത് ചെയ്യും? അടിക്കും. ഇത് വേദന ഉണ്ടാകുന്നതാണോ? പറഞ്ഞാട്ടെ. ഇതാണ് അപ്പോസ്തലന്മാർക്കും 5 വിധ സഭയിലുള്ള ശുശ്രൂഷകന്മാർക്കും കൊടുത്തിരിക്കുന്ന വേല. കൊലോസ്യ ലേഖനം 1:28 വായിച്ചാട്ട്. കൊലോസ്യർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചാട്ട് പ്രിയമുള്ളവരെ, ഏത് മനുഷ്യനെയും എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം. കർത്താവ് 5 വിധത്തിലുള്ള ശുശ്രൂഷ നൽകിയത് എന്തിനു വേണ്ടിയാ? എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ വായിച്ചാൽ. എഫേസ്യൻസ് 4:11-16. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാർത്ഥത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തുവിന്റെ തലയോളം സകലത്തും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇതോട് ചേർത്ത് തന്നെ എഫേസ്യ ലേഖനം 2:21-22 കൂടെ വായിച്ചാൽ.
അവനിൽ കെട്ടിടം മുഴുവന് യുക്തമായി ചേരണം. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇത് അടിസ്ഥാന കല്ലാണ്. അതിനോട് അപ്പോസ്തലന്മാർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശാമുവേൽ, എം ശാമുവേൽ വന്നിരിക്കുക. അപ്പോൾ എം ശാമുവേലിനെ സ്വർഗത്തിന്റെ മാതൃകയ്ക്കനുസരിച്ച് ഈ കല്ലിനോട് യുക്തമായി ചേരണമെങ്കിൽ ഈ നീണ്ട ഭാഗം എന്ത് ചെയ്യണം? ഈ നീണ്ട ഭാഗത്തെ ഞാൻ കുറച്ച് ഭൗതിക നന്മകളാകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. കുറച്ച് ഈ ലോകത്തിലെ നന്മകൾ, അയ്യോ സാമുവേൽ സഹോദരൻ ഞാൻ ഭൗതിക നന്മകളായി കുറച്ച് അനുഗ്രഹം കൊടുത്തു, നടക്കുമോ കാര്യം? അല്ലെങ്കിൽ കുറച്ച് അനുഗ്രഹത്തിന്റെ ഇവിടെ പലവിധ അനുഗ്രഹത്തിന്റെ ഓരോന്നുണ്ട്, ഞാൻ പിന്നെ പുറകെ പറയാം. അത് ബ്രഷ് എടുത്ത് ചെറുകെ കുറെ അനുഗ്രഹം പെരട്ടിയാൽ ഒക്കുമോ? പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം പെരട്ടുന്ന പരിപാടി ഒന്നും നടക്കുകയില്ല. എം ശാമുവിനെ ശരിയായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഭാഗം നല്ലവണ്ണം ചുറ്റിക വെച്ച് എന്ത് ചെയ്യണം? അടിച്ചു കളഞ്ഞല്ലാതെ യുക്തമായി ചേരുകയില്ല. ഇതാണ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. എണ്ണ തേക്കുന്ന ശുശ്രൂഷയല്ല. ഈ കല്ലിന് എണ്ണ തേക്കുന്ന വളരെ ഇഷ്ടം. ഒരു വേദനയില്ല, അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ആ കർത്താവിന്റെ ദാസൻ നമ്മൾക്ക് പറയുന്ന ഗൾഫിൽ പോകണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഗൾഫിലെ അനുഗ്രഹം. ഹല്ലേലൂയാ. ആ കർത്താവിന്റെ ദാസൻ എത്ര നല്ലവനാണ് കണ്ടോ, എത്രമാത്രം നന്മകളാണ് നമുക്ക് തന്നത്. സഹോദരി, നിനക്ക് എന്തോ വേണ്ടിയത്? നിന്റെ കഷ്ടമെല്ലാം മാറ്റിക്കളയാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം നിന്റെ മേൽ വരികയാണ്. നിനക്കിപ്പോൾ ഒരു മുറിയേ ഉള്ളല്ലോ, 4 മുറി ഇവിടെ കിട്ടും, കെട്ടിടം. അതുപോലെ നിന്റെ മകൻ വീസായി ഉപയോഗിച്ചിട്ട് അമേരിക്കയിൽ പോവും, അവിടുന്ന് പണം അയച്ചു തരും. നിന്റെ കഷ്ടമെല്ലാം മാറും സഹോദരി എന്ന് പറയുമ്പോൾ സഹോദരിക്ക് തുള്ളിച്ചാട്ടമാ. ഹല്ലേലൂയ. ഇതുപോലൊരു കർത്താവിന്റെ ദാസനുണ്ടോ? അപ്പോൾ 2 രൂപയാണ് സ്തോത്രാഴ്ചയിടാൻ പോയത് എന്ന് സാരമില്ല, 100 രൂപ ഇട്ടേക്കാം. കാരണം കർത്താവിന്റെ ദാസൻ അനുഗ്രഹിച്ചതില്ലയോ? ആ സന്തോഷം കൊണ്ട് സഹോദരിനെ പ്രാർത്ഥിയ, കർത്താവേ എന്റെ മകൻ എന്നാ വീസായി വിട്ട് അമേരിക്കയ്ക്ക് പോകുന്നത്? കർത്താവേ എന്നാ ചെക്ക് വരുന്നത്? കർത്താവേ എന്താ പണം വരുന്നത്? അപ്പൊ അനുഗ്രഹിക്കാൻ വേറൊരു ക്രിസ്തുവും പുറകെ ഉണ്ട്. അവൻ അനുഗ്രഹിക്കും. കാഹളം ധ്വനിക്കുമ്പോ ഇവിടെ കിടക്കും, അവിടെ കാണുകയില്ല, കണി കാണുകയില്ല. അങ്ങനെയുള്ള ആരും സ്വർഗത്തിൽ പോകയില്ല. ഇന്നെന്താ നടക്കുന്ന ശുശ്രൂഷ? പ്രവചനം. ചിലർക്ക് പ്രവചനം കേൾക്കാനാ വലിയ താല്പര്യം. എന്റെ മോളെ, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. അയ്യോ, അങ്ങോട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? വാലല്ല തലയാക്കും. നിനക്കറിയാമോ? വാലല്ല തലയാക്കും. അതല്ല, നിനക്ക് വേണ്ടതായ കഷ്ടങ്ങളെല്ലാം മാറ്റി നിന്നെ ഞാൻ അനുഗ്രഹിച്ചങ്ങ് പുതുതാക്കി പോകാൻ പോകണം. അയ്യോ, യോഗം കഴിഞ്ഞിഞ്ഞ് വരുമ്പോഴത്തേക്ക് സന്തോഷത്തിൽ അങ്ങനെ നടക്കുക. അയ്യോ, എന്തൊക്കെയാ കേട്ടെന്നറിയാമോ? വേണമെങ്കിൽ ടേപ്പ് റെക്കോർഡിനകത്ത് നോട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കും. പ്രവചനത്തിന് പുറകെ പ്രവചനം. ഈ കാലത്ത് എല്ലാവർക്കും പ്രവചനം കേൾക്കാനാ. എന്തിനാ പ്രവചനം? എങ്ങനെയാ കർത്താവ് എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകുന്നത്? എങ്ങനെയാ എന്റെ കഷ്ടമൊന്നും മാറാൻ പോകുന്നത്? എങ്ങനെയാ എന്റെ ദുഃഖമെല്ലാം ഒന്ന് മാറുന്നത്? എങ്ങനെയാ എല്ലാവരുടെ മുമ്പിൽ ഞാനൊന്ന് നല്ലപോലെ നടക്കുന്നത്? എങ്ങനെയാ എന്നാണ് എന്റെ ഈ പട്ടിണിയൊക്കെ മാറുന്നത്? ഇതെല്ലാം നാശത്തിന്റെ സുവിശേഷം. സാത്താനാൽ അയക്കപ്പെട്ട നാശത്തിന്റെ സുവിശേഷം. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യർ 11:3-4 വായിച്ചാണ്. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിൽ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടുന്നു. വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അനുഗ്രഹിക്കുന്ന സുവിശേഷം കേൾക്കുമ്പോൾ എത്ര സന്തോഷം. ഇന്നിപ്പോൾ ഇവിടെ അനുഗ്രഹത്തിന്റെ സുവിശേഷമാണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ താഴെ പോലും ആളുകൾക്ക് വരാൻ വഴി കാണുകയില്ലായിരുന്നു. ബസ് സ്റ്റാൻഡ് മുതൽ തള്ളായിരിക്കും.
ഇവിടെ എല്ലാം തള്ളായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാകുമ്പോൾ 1000, 1000, 10,000 വന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്താട്ട് അതിൽ കർത്താവ് ആഴമായ വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാരും അവനെ വിട്ടുപോയി. 66 4:64 മുതൽ വായിച്ചാൽ. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് 4:6 60 മുതൽ വായിച്ചു. 60 മുതൽ വായിച്ചാൽ. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നെ അറിഞ്ഞ അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പ് ഇരുന്നിടത്ത് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ട് എത്ര ഞാൻ പറഞ്ഞത്. 66 മുതൽ വായിച്ചാൽ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. യേശു ആകെ 3.5 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ. സഹോദരന്മാരെ, മരിച്ചവരെ ഉയർപ്പിച്ചു, മുടന്തന്മാരെ നടത്തി, ഇത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്ത യേശുവിന്റെ കൂടെ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞിട്ട് ആളുകളൊന്നും പോകുന്നില്ല. കുറഞ്ഞു വരിക. യേശു ആദ്യമേ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒരു ഭവനത്തിൽ വന്നപ്പോൾ ആ വീട്ടിൽ ഇത്ര തള്ളലായിരുന്നു. ആ വാതിലകത്തൂടെ ആളുകളെ അയച്ചുകരുത് നോക്കിയാൽ വാതിൽ കഴിയില്ല. പിന്നെ കൂരയുടെ മേൽക്കൂര പൊളിച്ചാണ് കൊണ്ടുവന്നത്. എത്ര തെള്ളുന്തക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു, എന്നെ ആരോ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആരാ എന്നെ തൊടഞ്ഞു? ശിഷ്യന്മാർ പറഞ്ഞു, ആളുകൾ നിന്നെ ഇത്ര ഞെരുക്കുമ്പോ നിന്നെ ആരാ തൊട്ടതെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. കാരണം ഇത്രമാത്രം ആളുകൾ യേശുവിന് പറയുകയായിരുന്നു. എന്നാൽ അത് ആദ്യത്തെ 1 വർഷത്തിന്റെ കുറച്ച് ഭാഗങ്ങളെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കർത്താവ് ആഴമായി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകളെല്ലാം പോയി. വായിച്ചാൽ അതിന്റെ 68 വായിച്ചാൽ. അതിന്റെ 67, 68. ആകയാൽ യേശു 12 പേരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. ഇന്ന് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കിന്ന് വേണ്ടിയത് ഈ ഭൗതിക നന്മയാണെങ്കിൽ ഭൗതിക നന്മ കൊടുക്കാൻ സാത്താനും അവന്റെ കൂട്ടരും ആയിരക്കണക്കിന് കോടിക്കണക്കിന് യോങ്കിച്ചോയെ അനുഗ്രഹിച്ചതുപോലെ അനേകായിരങ്ങളെ അനുഗ്രഹിക്കാൻ ഇന്ന് ഭൂമി മുഴുവനും വേറൊരു യേശുവും വേറൊരു ക്രിസ്തുവും നടക്കുകയാണ്. ഞാൻ യോങ്കിച്ചോയ്ക്ക് 14 പേജുള്ള ഒരു കത്ത് ഒരു 10-12 വർഷത്തിന് മുൻപ് അയച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ തിരുസഭയെ നീ പന്നിയാക്കിയതിന് നിനക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ദൈവത്തിന്റെ തിരുസഭയാകുന്ന പ്രാവിൻ കുഞ്ഞുങ്ങളെ നീ പന്നിയാക്കിയല്ലോ. പുള്ളിക്കാരന്റെ ഒരു കൂട്ടുസഹോദരൻ എനിക്ക് മറുപടി എഴുതി. നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പലർക്കും കോപ്പി അയച്ചിരുന്നു. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കാം. അദ്ദേഹം ഇവിടെ കോട്ടയത്തും 100-300 ഡാൻസുകാരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്ത് നിങ്ങളെല്ലാം സന്തോഷിപ്പിച്ചിരിക്കുക. നിങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കർത്താവിന്റെ ദാസൻ എന്നാണ്. ഞാൻ അദ്ദേഹത്തെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന് പോലും ഇന്നുവരെ കരുതിയിട്ടില്ല. ഞാൻ ഹോങ്കോങ്ങിൽ അദ്ദേഹത്തിന്റെ വലിയ സഭയും പോയി കണ്ടതാണ്. അവിടെ എന്തോ നടക്കുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. വഞ്ചന, വേറൊരു ക്രിസ്തു, വേറൊരു യേശു. പ്രിയമുള്ളവരെ, നമ്മളെ വാസ്തവമായി ദൈവം തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടി? ഭൗതിക നന്മകൾക്ക് വേണ്ടി അല്ല. നിങ്ങൾക്ക് ഭൗതിക നന്മ കൊടുക്കാനാണെങ്കിൽ 10,000 ഇതാ കാത്തിരിക്കുന്നു എന്ന ഭൗതിക നന്മ വേണം. പിന്നെ ഈ എണ്ണ കുപ്പിയുണ്ട്. അതുപോലെ ഓരോ അനുഗ്രഹങ്ങൾ. ചില സ്പെഷ്യലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാലത്ത് കുറച്ച് സ്പെഷ്യലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന രോഗത്തിനും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓപ്പറേഷൻ ചെയ്യുന്ന രോഗത്തിന് പ്രാർത്ഥിക്കുന്ന ചില സ്പെഷ്യലിസ്റ്റ്, പലവിധ സ്പെഷ്യലിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ ഇതെല്ലാം? പലവിധ സ്പെഷ്യലിസ്റ്റ് ദൈവസഭയെ കളിപ്പിക്കുവാൻ. എന്നാൽ വാസ്തവമായ ഒരു ദൈവത്തിന് വേണ്ടിയത് എന്താണ്? കർത്താവേ, എന്റെ മേൽ വചനം വരണമേ, നിന്റെ വചനം എന്റെ മേൽ അയക്കണമേ. വചനം എങ്ങനെയാണ്? യെരമ്യാ പ്രവചനം 23:29 വായിച്ചാട്ട്. യെരമ്യാ 23:29 വചനം എന്താ? എണ്ണയാണോ മണ്ണാണോ? എന്താ വചനം? 23:29
എന്റെ വചനം തീ പോലെയും എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? ഹല്ലേലൂയ. ഇങ്ങോട്ട് കേൾക്കണേ. എന്റെ വചനം എന്തുവാ? പ്രവചനമാകുന്ന വെള്ളപൂശുന്ന പരിപാടിയല്ല. ഞാൻ എന്താ ഈ വെള്ളപൂശ പരിപാടി? എസെക്കിയേൽ 11 എടുത്താൽ, എസെക്കിയേൽ 13 അധ്യായത്തിൽ 10 മുതൽ 14 വരെ ഒന്ന് വായിച്ചാൽ, പ്രവചനത്തിന് പുറകെ പോകുന്നവരോർക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. എസെക്കിയേൽ 13 10 മുതൽ 14 വരെ ഒന്ന് വായിച്ചാൽ. സമാധാനമില്ലാതെ ഇരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്ക കൊണ്ടും, സമാധാനമില്ലാതിരിക്കെ സമാധാനമില്ലെന്ന് പറഞ്ഞ് എന്റെ ജനത്തെ ചതിച്ചിരിക്ക കൊണ്ടും, അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശി കളയുന്നത് കൊണ്ടും. കുമ്മായം പൂശി. ഇന്നത്തെ സുവിശേഷം എന്തുവാ? കുമ്മായം പൂശുക. പ്രവചനത്തിൽ കൂടെ കുമ്മായം പൂശുക. അടന്നു വീഴുമെണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത്, പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും, ചുവർ വീണിരിക്കുന്നു. നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ? നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയി എന്ന് നിങ്ങൾ പറയുകയില്ലയോ? കേരളത്തിലെ ദൈവജനമേ, പ്രവചനത്തിന്റെ പുറകെ ഓടുന്നവരെ, നരകത്തിന്റെ തീ കാത്തിരിക്കുകയാണ്. ഇപ്പൊ പ്രവചനം കേട്ട് സന്തോഷിക്കാം. കാഹളം കേൾക്കുമ്പോൾ നിന്റെ ചെവിയിൽ ആ ശബ്ദം, കാഹളത്തിന്റെ ശബ്ദം വരികയില്ല. നീ എത്ര തുള്ളിച്ചാടിയാലും എത്ര മറുഭാഷ പറഞ്ഞാലും നിന്റെ ചെവിയിൽ കാഹളം കേൾക്കയില്ല. നീ കാഹളം കേൾക്കയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുമാറാക്കും, എന്റെ കോപത്തിൽ പെരുമഴ പെയ്യിക്കും, എന്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും. നിങ്ങൾ കുമ്മായം പൂശിയ ചുവരിനെ ഞാൻ ഇങ്ങനെ ഇടിച്ചു നിലത്ത് തള്ളിയിട്ട് അതിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും. വടക്കേ ഇന്ത്യയിൽ ഉപദ്രവങ്ങൾ തുടങ്ങിയപ്പോൾ തെക്കേ ഇന്ത്യക്കാരെല്ലാരും കൂടെ കൂടി എന്ത് ചെയ്യുന്നറിയാമോ? എം ശാമുൽ അടിക്കപ്പെട്ടു, ജയിലിലായി, ഉപദ്രവങ്ങളായി. തെക്കേ ഇന്ത്യയിലുള്ള കർത്താവിന്റെ ദാസന്മാര്, പെന്തക്കോസുകാരും യാക്കോക്കാരും മർത്തോമാക്കാരും ബ്രദറൻകാരും കത്തോലിക്കരും CSIക്കാരും എല്ലാം കൂടെ കൂടി തിരുസഭ ഒരു തിരുവല്ലയിൽ ഒരു വലിയ മീറ്റിംഗ് കൂടിയിട്ട് എന്താ വിചാരിച്ചേ? സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിൽ. എന്തിനു വേണ്ടിയാ? ആരൊക്കെങ്കിലും എതിർപ്പ് വന്നാൽ ഗവൺമെന്റിനോട് അപേക്ഷിക്കാനായിട്ട് മെമ്മോറാണ്ടം കൊടുക്കാൻ. ആരൊക്കെയാ കൂടിയിരിക്കുന്നത്? പെന്തക്കോസുകാരല്ല, മർത്തോമക്കാര്, ബ്രദറൻകാര്, ബാപ്റ്റിസ്റ്റുകാര്, അതുപോലെ യാക്കോവക്കാര്, പിന്നെ കത്തോലിക്ക അച്ഛൻ, എല്ലാരും കൂടെ കൂടിയിരിക്കുക. എല്ലാം കൂടെ ഒരു വേദിയിൽ വന്നിരിക്കുക, തിരുസഭയെ രക്ഷിക്കാൻ വന്നിരിക്കുക. ഇനിയും ഡിസംബർ 22 വലിയൊരു ജാഥ വരുന്നുണ്ട്. പെന്തക്കോസുകാരെല്ലാം വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് വേദോസ്തവം പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റിനെ കാണിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇത്ര വലിയൊരു കൂട്ടമാണ്, ഞങ്ങൾ ചെറിയ പുള്ളികളൊന്നും അല്ല. അയ്യോ, വചനം തെറ്റിപ്പോകുന്ന തലമുറയെ, ദൈവവചനം അറിയാത്ത തലമുറയെ ആരെ കാണിക്കാനായി പോകുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ലോകം നിങ്ങളെ പകയ്ക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല. ഇത്രയും ദൈവമക്കൾ ഉണ്ടെന്ന് ആരെയാ കാണിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 4:4 വായിച്ചാട്ട്. അങ്ങനെ ജാഥ നടത്തുന്നവർക്ക് കർത്താവ് കൊടുത്ത പേര് അവിടെ എഴുതിയിട്ടുണ്ട്. വചനം കൊടുത്ത പേര് വ്യഭിചാരിണികളായുള്ളോരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ദൈവത്തിന്റെ ശത്രുവായ പ്രാസംഗികരെ, ദൈവത്തിന്റെ ശത്രുക്കളായ പാസ്റ്റർമാരെ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. ദൈവസഭ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കയറി കളിക്കാനുള്ളതല്ല. വില കൊടുത്ത ഒരാളുണ്ട്, വില കൊടുത്ത ഒരാളുണ്ട്. നിങ്ങളുടെ ക്രയവിക്രയം നടത്തുന്ന സമയം കഴിയാറായി. നിങ്ങളുടെ ബിസിനസ് നടത്തുന്ന കാര്യം കഴിയാറായി. കഴുത്ത് പിടിച്ച് വെളിയിൽ കൊണ്ടിരുന്ന സമയം അടുത്തു വന്നിരിക്കുക.
ദൈവസഭ നിനക്ക് പ്രവചനം പറഞ്ഞ് ഭൗതിക നന്മകളും പറഞ്ഞ് അനുഗ്രഹിച്ച് നശിപ്പിക്കാനല്ല. ദൈവസഭ എന്ന് പറയുന്നത് വചനമാകുന്ന ചുറ്റികയെടുത്ത് മത്തായിച്ചനെയും ചാക്കോച്ചനെയും ഇടിച്ച് ശരിയാക്കി ദൈവത്തിന്റെ മാതൃക പ്രകാരമാക്കണം. അതാണ് ദൈവവചനം. ഇന്ന് ദൈവമക്കൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്തുവാ അവർക്ക് എന്തുവാ വേണ്ടിയത്? പ്രാർത്ഥനയ്ക്ക് ഒന്ന് നമുക്ക് അവിടെ അനുഗ്രഹം വരുന്നിടത്ത് പോകാം. ഈ വിശ്വാസികളെല്ലാം എന്തിനു വന്നിരിക്കുക? അനുഗ്രഹം കണ്ടോ? ഞങ്ങളുടെ കൂട്ടം കണ്ടില്ലയോ? ഒരു പ്രവാചകൻ എഴുന്നിട്ട് അനുഗ്രഹം പറഞ്ഞു, വേറൊരുത്തൻ വേറൊന്ന് പറഞ്ഞു. ഓ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആഹാരവും ഉണ്ട്. എന്തിനാ ആഹാരം എന്നറിയാമോ? ഈ പോകുന്നവരെല്ലാം കുറഞ്ഞത് 100 വിധമെങ്കിലും പെട്ടിയിലിടും. പണത്തിനൊന്നും കുറവില്ല. ധാരാളം പണം വരും. കണ്ടോ എത്ര ആയിരമായി ഞങ്ങൾ പെരുകി. നാശം, ന്യായവിധി വരുന്നു നിന്റെ മേൽ. ന്യായവിധി വരുന്നു. പിന്നെ സഖറിയ പ്രവചനം എടുത്താട്. സഖറിയ പ്രവചനം 4:10 വായിച്ചാട്ട്. സഖറിയ പ്രവചനം 4:10. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലെ മൂടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ്, യഹോവയുടെ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷം. ഇങ്ങോട്ട് നോക്കണേ. അടിസ്ഥാനക്കല്ല് വെച്ചിരിക്കുക. അതിന്റെ മേലിൽ വെച്ചിരിക്കുന്ന കല്ല് ഈ മേസ്ത്രിമാരുടെ ഈ തൂക്കട്ട എന്തിനാണെന്നറിയാമോ? ഈ അടിസ്ഥാനത്തിലുള്ള അതിനനുസരിച്ച് വേണം, ആ വെർട്ടിക്കൽ ലെവൽ വേണം ഈ മറ്റേ കല്ലും വരാൻ. അടിസ്ഥാനം ഇട്ടത് 2000 വർഷങ്ങൾക്ക് മുൻപാ. ഇന്നും അതേ അടിസ്ഥാനത്തിന്മേലാണ് പണിയേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പണിയുന്നവരെ, നിങ്ങളുടെ കെട്ടിടം വീഴാറായി. ശ്രദ്ധിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ 7 കണ്ണും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ കാര്യമൊന്നല്ല. സെരുബാബേലേ, ആ ചെറിയ തൂക്കുകെട്ട ദൈവത്തിന്റെ 7 കണ്ണും നോക്കിക്കൊണ്ടിരിക്കുക. പണിയുന്നവരെ, എത്ര പേരുടെ കയ്യിൽ തൂക്കട്ടയുണ്ട്? എത്ര പേരുടെ തൂക്കട്ടയുണ്ട്? എത്ര പേരുടെ തൂക്കട്ടയുണ്ട്? ഇട്ട അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടുവാൻ ആരും കഴിയില്ല. അല്ലേലിയ അല്ലേലിയ. നരകത്തിലും പോയിരുന്ന അല്ലേലിയ പറയും. നരകത്തിലും ഉണർവുകൾ നടത്തും. അല്ലേലിയ അല്ലേലിയ പറഞ്ഞാണ് അവിടെ ചാടാൻ പോകുന്നത്. അതിനു മുൻപേ മാനസാന്തരപ്പെടും. രക്ഷിക്കപ്പെട്ട് ദൈവവചനത്തെ അടിസ്ഥാനമായി പണിയുവാൻ ഒരുങ്ങുക. പ്രിയമുള്ളവരെ, വളരെ ഭാരത്തോടെ ഞാനിത് പറയുകയാണ്. കേരളത്തിൽ നിന്ന് സത്യോപദേശം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പോയി. ഈ കേരളത്തിൽ മധ്യോപദേശം വരുമ്പോൾ വടക്കേ ഇന്ത്യയുടെ അങ്ങേ കോണിരിക്കുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ജമ്മു കാശ്മീർ കഴിയുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആത്മാവിനാൽ തള്ളപ്പെട്ട് ഞാൻ വന്നതാണ്. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു വന്നതാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഒരു മാറ്റവും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവദാസന്മാരെ, നിങ്ങളുടെ കയ്യിൽ എണ്ണ പൂശുന്ന ബ്രഷ് അല്ല ആവശ്യം. ഈ ബ്രഷ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ബ്രഷ് എടുത്തു പോയാൽ എല്ലാവരും എന്റെ കർത്താവിന്റെ ദാസനെ പോലെ വേറെ ആരുണ്ട്? ഇന്ന് പ്രിയമുള്ളവരെ, ചാക്കോച്ചനെയും തോമാച്ചനെയും എല്ലാവരെയും ഒരുക്കണമെങ്കിൽ ബ്രഷ് കൊണ്ടുള്ള പരിപാടി കൊണ്ട് നടക്കയില്ല. പ്രാർത്ഥനയോടുകൂടെ ചുറ്റി ഉപയോഗിക്കുക. ഒരു പക്ഷേ ഇച്ചിരി വേദനയാണെങ്കിലും സാരമില്ല. എന്റെ ചാക്കോച്ച, എന്റെ മറിയാമേ, നിന്നെ മുറിച്ചേ മതിയാകുള്ളൂ. നിന്നെ മുറിച്ചില്ല എങ്കിൽ നീ സ്വർഗത്തിൽ കാണുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികവുള്ളവരാക്കി തീർക്കുവാൻ അവരെ ബുദ്ധി ഉപദേശിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ 1-2 വാക്യം പറയട്ടെ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 51:1 വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 51:1.
നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവേൻ. നിങ്ങളെ കുഴിച്ചെടുത്ത അതികഠിനമായ ആ പാറയിലേക്ക് നിങ്ങളൊന്ന് നോക്കുവേൻ. ഇതിന്റെ കൂടെ 40-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം കൂടെ വായിച്ചാട്ട്. 40-2. ആ 40-2. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മളെ നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റുവാൻ, നമ്മളെ പാറയിൽ നിന്ന് വെട്ടിമാറ്റുവാൻ അവൻ എത്രമാത്രം കഷ്ടം സഹിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. അവന്റെ ശരീരം മുഴുവനും ദണ്ഡിപ്പിക്കപ്പെട്ടു. അവൻ ആത്മാവിലും പ്രാണനിലും കൂടെ ബന്ധുരുകപ്പെട്ടു. നമ്മെ കിടന്ന കുഴിയിൽ നിന്നെല്ലാം വിളിച്ചെടുത്തത് പ്രിയമുള്ളവരെ ഇടയ്ക്ക് തള്ളിയേച്ചു പോകാനല്ല. നിങ്ങളിൽ എത്ര പേര് ഇന്ന് വാസ്തവമായി കർത്താവിനോട് പറയും, കർത്താവേ, നിന്റെ വചനമാകുന്ന ചുറ്റി ഉപയോഗിച്ച് എന്നെ മുറിച്ച് നിനക്ക് യോഗ്യനാക്കി എന്നെ തീർക്കണമേ. ഇതിന്റെ കൂടെ 1 കോരിന്ത്യർ 3:10 മുതൽ 15 വരെ കൂടെ ഒന്ന് വായിച്ചാട്ട്. 1 കോരിന്ത്യർ 3:10 മുതൽ 15 വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇന്ന് വലിയ ആൾക്കൂട്ടമൊക്കെ കൂട്ടി വലിയ സന്നാഹമൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര. തീയിൽ കൂടി എന്ന് പറഞ്ഞാൽ അത്ര മണവാട്ടി സഭയിൽ കാണുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരെ, മത്തായിയുടെ ശുശ്രൂഷ 7-ാം അധ്യായത്തിന്റെ 23 വാക്യം മറന്നു പോകരുത്. എന്നൂടെ വായിച്ചാൽ 7:21 മുതൽ 21 വരെ. അത് മറന്നു പോകരുത്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനും തീർത്തു പറയും. ഈ കാലത്ത് പ്രവചനം പറയുന്നവർക്ക് നല്ല ബിസിനസ്സാ. പറയും, എന്റെ മകളെ, ഞാൻ നിന്നെ വാലല്ല തലയാക്കുവാൻ പോകുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിനെതിരായി മറ്റുള്ളവർ ചെയ്തതൊക്കെ ഞാൻ പറയാം. ഞാൻ തിരുവല്ലായിൽ ഒരു പ്രവചനം, 2 സഹോദരിമാർ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് തിരുവല്ലയില് കുമ്പനാട് ജംഗ്ഷനിൽ ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള ആ വീടിന്റെ ആ ജംഗ്ഷനിൽ തന്നെ ഒരു വലിയ വീടാണ്. അവിടെയുള്ള നടന്ന സംഭവമാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. അവിടെ 2 സഹോദരിമാര് പുനലൂരും കൊട്ടാരക്കയിൽ നിന്ന് വന്നു. അവിടെ വന്നിട്ട് അവിടെ പ്രവചിച്ചു. ആ പ്രിയ സഹോദരി, ആ സഹോദരി ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു. 53 വയസ്സുള്ളപ്പോൾ പറഞ്ഞു, ആ മൂത്ത പെൺകുട്ടിയാണ് ആ കുടുംബത്തിലെ, പറഞ്ഞു, പ്രിയ സഹോദരി, മകളെ, നീ ജനിച്ച ശേഷം നിന്റെ അമ്മയ്ക്കുണ്ടായ 2 ആൺമക്കളും നിന്റെ അപ്പന്റെ വകയല്ല. കേട്ടോ പ്രവചനം? മകളെ, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മകളെ, ഞാൻ കേട്ടതാ. ആ പ്രവചനം ടേപ്പ് റെക്കോർഡർ ചെയ്ത് എന്നെ കേൾപ്പിച്ചതാ. ഞാൻ കേട്ടതുകൊണ്ടാ പറയുന്നത്. എന്റെ വിലയേറിയ മകളെ, നീ ജനിച്ച ശേഷം നിന്റെ
അമ്മയിൽ ഉണ്ടായ 2 ആൺമക്കളും നിന്റെ അപ്പന്റെ വകയല്ല. അതുകൊണ്ട് നിന്റെ സ്വത്തിന് അവർക്ക് അവകാശമില്ല. നിന്റെ അപ്പനെ ഇത് അറിയിക്കുക. ഇത് ടേപ്പ് റെക്കോർഡ് ചെയ്തു. അപ്പൻ 83 വയസ്സുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് 72 വയസ്സുണ്ട്. അപ്പനെ കൊണ്ട് കേൾപ്പിച്ചു, അമ്മയെയും കേൾപ്പിച്ചു. ഭയങ്കര വഴക്കായി. അവര് ടേപ്പ് റെക്കോർഡും കൂടെ എടുത്തുകൊണ്ട് തിരുവല്ലായിൽ വന്നു. തിരുവല്ലായിൽ വന്നിട്ട് പറയുകയാണ്, കണ്ടോ ദൈവത്തിന്റെ ആത്മാവ്. ആ സഹോദരിമാർ 14,000 രൂപയും കൊണ്ടുപോയി, 4 നല്ല ഫോറിൻ സാരിയും കൊണ്ടുപോയി. തിരുവല്ലായിൽ ആ പ്രിയ അപ്പച്ചനും അമ്മച്ചിയും കരഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ പ്രിയ സഹോദരി പറയുകയാണ്, നോക്ക്. അതുകൊണ്ട് കുമ്മനാട് ജംഗ്ഷനിൽ അവർക്ക് 10-14 കടകളുണ്ട്, വീടുകളുണ്ട്. ആ സഹോദരി പറയുകയാണ്, ഇതെന്റെ ആംഗ്ലമാർക്ക് ഇതിൽ അവകാശമില്ല. പ്രായം 72 വയസ്സുകാരി തള്ള കരയുകയാണ്. ഞാൻ ഉടനെ ആളയച്ചു അവരെ വരുത്താൻ. അവർ വരികയായിരുന്നു. ഞാൻ കാറെടുത്ത് ആളിനെ വിട്ടു. പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കോട്ടാരത്ത് കഴിഞ്ഞു. ശ്യാമര് വിളിക്കുന്നറിഞ്ഞപ്പോഴത്തേക്ക് അവരെവിടെ പോയി ഒളിച്ചിരുന്നറിയാമോ? ഈ 2 സഹോദരിമാർ. അവരെ കിട്ടിയാരും ഞാൻ എല്ലാ സ്റ്റേജിലും കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു അവരെ. പ്രിയമുള്ളവരെ, അന്യായം. അമ്മയുടെ ഗർഭത്തിലുണ്ടായ മക്കൾ ആരെന്ന് പറയാനാണോ തിരുവചനം? അതിനാണോ പ്രവചനം? ഇന്ന് ആ പ്രവചനം കേൾക്കുമ്പോ അയ്യോ, എല്ലാവർക്കും അങ്ങനെ അന്യഭാഷ വന്നു പോകും. ചക്കര പോലെ, അത് പായസം പോലെ അങ്ങ് കുടിച്ചോളൂ. അയ്യോ, നല്ല പ്രവചനം എന്നെ കുറിച്ചാ പറഞ്ഞത്. നാശം. പ്രവചനം എനിക്ക് കർത്താവ് പ്രവചനം വരെ തന്നിട്ടുണ്ട്. ഞാൻ പ്രവചിക്കുന്നവനാണ്. പ്രവചനം ആത്മീയവർത്തനയ്ക്കുള്ളതാണ്. ദൈവസഭ നിന്റെ ഭൗതിക കാര്യങ്ങൾ പറയുന്ന കള്ളപ്രവാചക. ഒരു പ്രാവശ്യം തിരുവല്ലായിൽ ഉണർവ്യോ നടക്കുകയാണ്. 14 ദിവസത്തെ 13 പ്രവാചകന്മാരോട് പറഞ്ഞു വ്യക്തമായി. ഞാൻ പ്രവചിച്ചോളാൻ പറഞ്ഞു. പ്രവചിച്ചപ്പോ എല്ലാരെയും പിടിച്ചു. പരസ്യമായിട്ട് പറഞ്ഞു, ഇനി മേലിൽ പ്രവചിച്ചു പോകരുത്. തിരുവല്ല 13 പ്രവാചകന്മാരോട് അവര് പറഞ്ഞു, എനിക്കെതിരായിട്ട് കേസൊക്കെ കൊടുത്തു. നമ്മൾ കേസൊക്കെ കൊടുത്ത് ഞാൻ വന്നോളാം. എന്നാൽ ദൈവസഭയെ മുടിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുക, നിങ്ങളെ അനുവദിക്കുകയില്ലെന്ന് പറയും. പ്രിയമുള്ളവരെ, ഈ ദൈവസഭയിൽ ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച് സാത്താൻ കയറി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിടുകയില്ല. ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ച് കാര്യം അങ്ങനെ ചെയ്യണ്ട. പിടിക്കാനുള്ള ആളുകളൊക്കെ കർത്താവ് അവിടെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ വീട്ടുകാര്യം നടത്താനുള്ള അല്ല, ഇത് കർത്താവിന്റെ തിരുസഭ. ഈ കർത്താവിന്റെ തിരുസഭ എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് വസിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണ്. ക്രിസ്തുവിന് വസിക്കേണ്ട ആലയമാണ്. ഓർഗനൈസേഷന് വോട്ടെടുക്കാനും പേരെടുക്കാനും അല്ല. ഇന്ന് ദൈവം പരിശുദ്ധാത്മാവല്ല നിയോഗിക്കുന്നത് ശുശ്രൂഷകന്മാരെ. ആരാ നിയക്കുന്നത്? ജനകീയ ഡെമോക്രസി വന്നിരിക്കുക. ദൈവം ചത്തുപോയി, പരിശുദ്ധാത്മാവ് ചത്തുപോയി. ഇവാരാ ഡെമോക്രസി? എത്ര പേര് വോട്ട് കിട്ടും അവരാ സഭയെ ഭരിക്കുന്നത്. നാശമോ നാശം. സഭ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ ചെവിയുള്ള വല്ലവരുണ്ടെ കേൾക്കട്ടെ. ചെവിയുള്ളവർ വല്ലവരുണ്ടെ കേൾക്കട്ടെ. ചെവിയുള്ളവർ കേൾക്കട്ടെ. ദൈവസഭ ഇതിന്റെ മധ്യത്തിൽ നിന്ന് വേർതിരിഞ്ഞ് വേറൊരു സഭയുണ്ടാകുമെന്നല്ല. ഈ കളകൾക്കിടയിൽ കിടന്നുകൊണ്ട് വിശുദ്ധന്മാര് ഞരങ്ങുകയാണ്. ഞരങ്ങുന്ന വിശുദ്ധന്മാരെ ഒരുക്കം പൂർത്തീകരിച്ചു കൊള്ളുവീൻ. ഈ കള ഒടുവരെ കാണും. അതിനാണ് മത്തായി 13 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു. മത്തായി 13 അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചാണ്. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തന്റെ അല്ല 18 അല്ല, അതിന്റെ മത്തായി 13 അധ്യായം 24 മുതൽ വായിച്ചാണ്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനന്റെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു.
ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുക, എനിക്ക് നിങ്ങളോട് ആരോടും വൈരാഗ്യമില്ല. എന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് കാണുമ്പോൾ ഹൃദയത്തിൽ അതിദുഃഖമുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്ന് കാട്ടുപുറാക്കൾ കൂട്ടം കൂട്ടമായി ശാലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളായി വടക്കേ ഇന്ത്യയിൽ സകലതും ത്യജിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും കഷ്ടങ്ങൾ സഹിച്ച്, അടിയുപദ്രവങ്ങൾ സഹിച്ച്, വസ്തുവകൾ നഷ്ടമാകുന്നു, ഭർത്താക്കന്മാര് പുറത്ത് വിടുന്നു, ഭാര്യമാര് വിടുന്നു. ഇന്നും എനിക്ക് ടെലിഫോൺ കിട്ടിയ 2 ഉയർന്ന ഫാമിലിയിലെ 2 വിവാഹിതരെ ബോംബെയിൽ നിന്നും അതുപോലെ ജമ്മുവിൽ നിന്നും അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാനിടയായി. ഞാൻ ഇന്നും കേൾപ്പാനിടയായി. അനേകായിരങ്ങൾ വില കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലുള്ള ദൈവജനമേ, നിങ്ങളിൽ എത്ര പേര് പൂർണ്ണമായ ഒരു സമർപ്പണം ചെയ്യും? കർത്താവേ, വചനമാകുന്ന ചുറ്റിക മതി എനിക്ക്. വചനമാകുന്ന ചുറ്റികയിൽ കൂടെ നീ എന്നെ പ്രകാരം മുറിച്ച് പണിയുവാൻ ആഗ്രഹിക്കുന്നുവോ? നിന്റെ തൂക്കുകെട്ട് ഉപയോഗിച്ച് എന്നെ പണിയണമേ. എനിക്കിനി പൂശുന്ന പരിപാടി ഒന്നും വേണ്ട. എനിക്കിനി പ്രവാചകന്മാരുടെ പുറകെ വേണ്ട. എന്നെ മുറിച്ച് നിന്റെ ഇതപ്രകാരം എന്നെ ആക്കി തീർക്കണമേ എന്ന് എത്ര പേര് പറയും? ദൈവത്തിന്റെ വചനമാകുന്ന ചുറ്റികയാൽ നാം ഒരുക്കപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നമ്മെ നമ്മളെ ഏറ്റവും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റിയവനായ കർത്താവ്, ആ വലിയ കുടിയിൽ നിന്ന് കഴിഞ്ഞവനായ കർത്താവ് തന്റെ സ്നേഹക്കയറുകളാൽ നിന്നെ വലിച്ചെടുത്തത് എന്തിനാണ്? നിന്റെ ആ രൂപം മാറ്റി അവനെ പോലെ ആക്കി. ഇതാണ് ശാമുവേലിന്റെ രൂപം. ഈ ശാമുവേലിന്റെ രൂപം ചുറ്റിയുകൊണ്ട് ഉളിയുകൊണ്ട് അടിച്ചു മാറ്റി അവനെ പോലെ ആക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ പരിശുദ്ധാത്മാവ് ആ സഭയാകുന്ന കെട്ടിടത്തിൽ ഏതെല്ലാം കല്ലുകളെ വെച്ചിരിക്കുന്നുവോ ആ കല്ലുകൾ മാത്രമേ കാഹളം കേൾക്കുകയുള്ളൂ. അല്ലാത്തവരാരും കാഹളം കേൾക്കുകയില്ല. ഈ സഭയാകുന്ന ദൈവത്തിന്റെ ആലയം കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇവിടെ നിന്ന് അവിടേക്ക് കരയേറിപ്പോകും. ഒരു റെക്കമെൻഡേഷനും എങ്ങും നടക്കയില്ല പ്രിയമുള്ളവരെ. ആകയാൽ മുണ്ടക്കയത്തുള്ളതായ ദൈവഭക്തന്മാരെ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നത്, നമ്മൾക്കിനി അല്പം പോലും താമസിയാതെ ഈ ബ്രഷിന്റെ പരിപാടിയെല്ലാം വിടാം, അനുഗ്രഹത്തിന്റെ പരിപാടിയെല്ലാം വിടാം. കർത്താവേ, എനിക്ക് അനുഗ്രഹം വേണ്ടിയത് നിന്നിൽ നിന്നാണ്. എനിക്ക് ഭൗതികമല്ല വേണ്ടിയത്. എന്നെ നിന്നെ പോലെ ആക്കണമേ, എന്നെ നിന്നെ പോലെ ആക്കണമേ. എന്റെ സ്വഭാവം നിന്നെ പോലെ ആക്കണമേ. എന്റെ കോപ സ്വഭാവം മാറ്റി, എന്റെ ദ്രവ്യാഗ്രഹം മാറ്റി, ഈ ലോകത്തുള്ള മാറ്റി എന്നെ നിന്നെ പോലെ ആക്കണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? നമുക്ക് അല്പനേരം തലകൾ വണക്കി പ്രാർത്ഥിക്കാം. അധിക നേരം പ്രസംഗിക്കുന്നതിന് കൂടുതലായി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, സത്യം നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, ഞാനുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്, ഈ വലിയ കൂട്ടമല്ല വേണ്ടിയത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്, ഈ വലിയ കൂട്ടമല്ല വേണ്ടിയത്. ഇത് നോക്കിയിട്ട് എത്ര വലിയ ആൾക്കൂട്ടമുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ, ഈ മേശപ്പുറത്തോട് നോക്കിയാൽ ഇവിടെ വലിയ കൂട്ടമുണ്ട്, വലിയ കൂട്ടമുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം പേർ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വിസ്താരമുള്ള വഴിയിൽ പോകുന്നവർ വളരെയധികം, ഇടുക്കവും ഞെരുക്കമുള്ള വഴിയെ പോകുന്നവർ
വളരെ ചുരുക്കം. പ്രിയ ദൈവജനമേ, ദൈവവചന പ്രകാരം നമ്മൾക്ക് ആ വഴിയെ പോകുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യമായി അല്പസമയം പ്രാർത്ഥിപ്പീൻ.